ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറേ നാൾ കൊണ്ടേ നടത്തുന്ന ഒരു ദീർഘയാത്രയുടെ ഒരു ഫലം കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ സ്കിന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ സ്കിന്ന് ഓയിലി ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കണ്ടുപിടിക്കുക, എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ചടങ്ങാണ്. ഇപ്പോൾ എന്തെങ്കിലും ആശിച്ച് മോഹിച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നത് സ്യൂട്ട് ആവണമെന്നില്ല. എൻ്റെ കൂട്ടത്തിൽ സ്കിന്നുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറേ സൺസ്ക്രീൻസ് ട്രൈ ചെയ്ത് എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സൺസ്ക്രീനും വർക്ക് ചെയ്യാത്ത സൺസ്ക്രീനും എനിക്ക് പണി തന്നിട്ടുള്ള സൺസ്ക്രീനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത്രയും സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണല്ല, ഓൾമോസ്റ്റ് ഇതൊക്കെ തീർന്നിട്ടുള്ളതാണ് പകുതി. ഓരോന്നായിട്ട് ഞാൻ പറയാം എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇത് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയാവേ. അപ്പോൾ മൊത്തം ഇത്രയും സൺസ്ക്രീൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാവേ. അപ്പം നമുക്ക് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാവേ. അത് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഈ വാട്ടർ മെലൺ സൺസ്ക്രീനാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പ്രോപ്പറായിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്ന എന്നാൽ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന്. ഓയിൽനെസ് എന്ന് ഒരുപാട് പറയാൻ പറ്റത്തില്ല, എല്ലാത്തിലും അത്യാവശ്യമൊക്കെ ഓയിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇട്ട് കുറച്ച് നേരം സമയം കഴിയുമ്പോൾ കുറച്ചൊക്കെ ഓയിലി ആവാറുണ്ട് സ്കിൻ, എത്രയൊക്കെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാലും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പ്രൊട്ടക്ഷൻ ഉള്ളൊരു സൺസ്ക്രീനാണ്. എൻ്റെ സ്കിന്നിൽ ഇത്രയും നാൾ ഇതിട്ടിട്ട് ഇതിപ്പം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഇതിട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടാക്കാത്ത എന്നാൽ നല്ലൊരു സൺസ്ക്രീനാണ് ഇത്. നല്ല പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകിച്ച് മണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നോക്കാവേ. ഇതാണ് കേട്ടോ. ഒരു ഗ്ലോയിങ് കിട്ടുന്നുണ്ട്, എന്നാൽ നല്ല പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആയി പോകും. ഒട്ടും ഹെവി അല്ല, ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്കൊരു വാട്ടറി കൺസിസ്റ്റൻസി എന്നൊക്കെ പറയത്തില്ല, പാലിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ പാല് വരുന്നത് കൂട്ടാണ് കേട്ടോ വരുന്നത്. ഭയങ്കര രസമാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെയാണ് കേട്ടോ. നല്ല സ്കിന്നിനെ പ്രത്യേകിച്ച് ഇറിറ്റേറ്റഡ് ആക്കുന്നോ, എൻ്റെ സ്കിന്നിനെ പ്രത്യേകിച്ച് ഇറിറ്റേറ്റഡ് ആക്കുന്നോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇനി ഇതിൻ്റെ ഒരു മോശം സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് തോന്നും. പക്ഷെ എനിക്ക് പേഴ്സണലി അത് കുറച്ചിങ്ങനെ എൻ്റെ സ്കിന്നിൽ ഓയിലി ആവുന്നത് കൂട്ട് തോന്നാറുണ്ട്. പക്ഷെ നമ്മളൊരു പൗഡറോ ഒരു ടാൽക്കം പൗഡറോ ഒരു സെറ്റിംഗ് പൗഡറോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പവുമില്ല. ഇനി അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു സൺസ്ക്രീൻ എടുക്കാം. ഡോട്ട് ആൻഡ് കീ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ. ഇതും ഈ പറഞ്ഞതുകൂട്ട് തന്നെ നല്ലൊരു വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള സൺസ്ക്രീൻ ആണേ. നമ്മുടെ ബ്ലൂബെറി സൺസ്ക്രീനിനെക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം കണക്കുള്ള ഒരു സൺസ്ക്രീൻ ആണിത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ എൻ്റെ സ്കിന്നിന് ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീനും കൂടെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ കുറേ സമയത്തേന് അതിൻ്റെ ആ ഒരു ഗ്ലോ ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ നിൽക്കും. അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണ്. ഇതും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. നേരത്തെ റേറ്റ് പറഞ്ഞില്ല, അതിൻ്റെ റേറ്റ് വരുന്നത് മാഞ്ഞു പോയി കേട്ടോ. 599 രൂപയായിരുന്നു റേറ്റ്. ഇത് രണ്ടും കൂടി ഞാൻ ഡോട്ട് ആൻഡ് കീയിൽ സെയിൽ നടന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. 1+1 അങ്ങനെ വരുമല്ലോ, ബൈ 1 get 1 അങ്ങനത്തെ സെയിലിൽ മേടിച്ചതാണ് ഇത് രണ്ടും കൂടെ. ഇത് രണ്ടും നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി എൻ്റെ അടുത്ത ഫേവറേറ്റ് എന്നല്ല, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 സൺസ്ക്രീൻ തന്നെ നോക്കാം. ആദ്യത്തേത് ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് സൺസ്ക്രീൻ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സൺസ്ക്രീനാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എടുത്ത സൺസ്ക്രീൻ അല്ല ലൈറ്റ് വെയിറ്റ് എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഒരു സൺസ്ക്രീൻ എനിക്ക് മേടിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് മോശം പറയാനും തക്ക എല്ലാ സൺസ്ക്രീനിലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രത്തോളം എന്ന് കുത്തിയിരുന്ന് നോക്കിയാണ് ഓരോ സാധനവും മേടിക്കുന്നത്. അത് എൻ്റെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലതെന്ന് പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം ഇതും എനിക്ക് നല്ലതായിട്ടുള്ളൊരു സൺസ്ക്രീൻ. ഇതുമെന്നല്ല, ഡോട്ട് ആൻഡ് കീയെക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള, എനിക്ക് ഇന്ന് വരെ യൂസ് ചെയ്തിട്ട് ഓക്കെ ഇത് എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനം ഇതാണ് കേട്ടോ. പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്.
റേറ്റ് വരുന്നത് 399 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലിന് റേറ്റ് വരുന്നത്. 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ വീഴാൻ കുറച്ചൊന്നും എന്തോ ഒരു പ്രശ്നം കേട്ടോ. കൺസിസ്റ്റൻസി നിങ്ങൾ തന്നെ നോക്കണം. ഇങ്ങോട്ട് ഞാൻ അപ്ലൈ ചെയ്യാവേ. ശരിക്കും ഇതാണ് പാല് പോലത്തെ സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത്. മണം അടിപൊളി മണമെന്നൊന്നും പറയാനില്ല. ഒരു മണമുണ്ട്. പ്രൊട്ടക്ഷൻ തരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തരും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നല്ല സൺസ്ക്രീൻ ആണിത്. ഇവർ പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണെന്നാണ്. എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിന് നല്ലതാണെന്നേ അറിയത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുകയാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് മാളുവിൻ്റെത് സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ ഞാൻ കാണിക്കുന്ന പല സൺസ്ക്രീനും അവൾക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ട് പറ്റിയിട്ടില്ല. അത് നമ്മൾ പറയണം. അവൾക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീനും ഞാൻ പറയാം കേട്ടോ. എനിക്ക് അവൾക്ക് ഒരുപോലെ സ്യൂട്ടായിട്ടുള്ള സൺസ്ക്രീനും പറയാം. ഈ SPF 50 PA++++ ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിൽനെസ് നോക്കുകയാണെങ്കിൽ ഓയിൽനെസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫേസിലിടുമ്പോൾ ഒരുപാട് ആ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് തോന്നിയാൽ പതുക്കെ ഒരു 2-3 മിനിറ്റ്സിൽ അത് ഭയങ്കരമായിട്ട് സെറ്റായി സ്കിന്നുമായിട്ട് പ്രോപ്പർ ആവുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം വിലയും പറഞ്ഞല്ലോ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മാളൂനും എനിക്കും ഒരുപോലെ സ്യൂട്ടാവുന്നതെന്ന് പറയത്തില്ലേ, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെല്ലാം ഈ അടിപൊളിയാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ ആദ്യത്തെ ഒരു ലെവലിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് കാണിക്കാം. പിന്നെ എനിക്ക് വർക്ക് ആവാത്തത് പുറകെ കാണിക്കാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം അടുത്ത സൺസ്ക്രീനാണ് ഇത്. ഒരു വട്ടമെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണെന്ന്. ഇത് വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. SPF 55+ PA+++. ഇത്രയും നോക്കിയ സൺസ്ക്രീൻ ഒക്കെ 15+ ആയിരുന്നു SPF. ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കാണിക്കാം. ഇതെല്ലാം ഇപ്പൊ ഈ സൺസ്ക്രീനിന്റെ പുറത്ത് കാണിക്കും. ഒരു തരത്തിലുള്ള ഓയിൽനെസ്സോ ഒരു കാര്യവും എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ. പെട്ടെന്ന് നമ്മുടെ സ്കിന്നായിട്ട് അബ്സോർബ് ആവുന്ന ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര നല്ല പ്രൊട്ടക്ഷനാണ്. ഭയങ്കര മണമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. 349 രൂപയാണ് ഈ സൺസ്ക്രീൻ, ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണേ. അടുത്തത് ഇത് ഞാനൊരു ഫുൾ ബോട്ടിൽ യൂസ് ചെയ്തിട്ടില്ലാത്ത സൺസ്ക്രീനാണ്. ഇതൊരു സാമ്പിൾ ബോട്ടിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര നല്ല സൺസ്ക്രീനാണ് കേട്ടോ. ഇതിനകത്ത് സംഭവം ഇല്ല, അതാണ്ട് ഇച്ചിരി ഇങ്ങാണ്ട് വന്നിട്ടേ ഉള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്ത് തീർത്തയാണേ. ഡോക്ടർ ഷെർട്സ് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ C സൺസ്ക്രീനാണ് ഇത്. ഇതൊരു സാമ്പിൾ ബോട്ടിൽ മാത്രമേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫുൾ ബോട്ടിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രത്തോളം സൺസ്ക്രീൻസ് മേടിച്ച് അത് യൂസ് ചെയ്ത് തീർത്ത് അടുത്തതിലോട്ട് വരിക എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ച് ബഡ്ജറ്റിന് എനിക്കതേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ സൺസ്ക്രീൻ ഒന്നിച്ച് മേടിച്ചിട്ട് അത് ഒന്നിച്ച് ട്രൈ ചെയ്ത് അതിൻ്റെ റിവ്യൂ പറയാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് വന്നിട്ട് ഇനി ഇരിക്കുന്ന എൻ്റെ കയ്യിൽ തീരാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലമ്മിൻ്റെ സൺസ്ക്രീനും ഈ 2 സൺസ്ക്രീനാണ് കേട്ടോ തീരാൻ. കുറച്ച് ഇതിനകത്ത് രണ്ടിലും കുറച്ചുണ്ട്. പ്ലമ്മിൻ്റെ സൺസ്ക്രീനിൽ 3/4 ഭാഗമുണ്ട്. കാരണം ഞാനിത് ഓൾറെഡി ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു പുതിയ ബോട്ടിൽ മേടിച്ച് വെച്ചേക്കുന്നതാണേ. അപ്പം ഇത് തീർന്നിട്ട് ഉറപ്പായിട്ട് ഞാൻ ഇതായിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നത്, വലിയ ബോട്ടിൽ മേടിച്ച്. അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്തൊന്നുമില്ല. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സൂപ്പറായിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ഞാൻ ഈ സാമ്പിൾ ബോട്ടിൽ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്തത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് നല്ല സൺസ്ക്രീൻ ആയിട്ടാണ് തോന്നിയത്. എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ് കേട്ടോ.
ഇത് ഞാനൊരു 3 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഡെർമാക്കോയുടെ സിറംസ് ആയിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ ഈ സൺസ്ക്രീൻ ആയിരുന്നു അതിൻ്റെ പുറത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഇതേ പറഞ്ഞത് കൂട്ട് തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറാണ്, പക്ഷെ കുറച്ചൊരു ഓയിൽനെസ് ഉള്ളത് സൺസ്ക്രീൻ ആണ്. നല്ലൊരു ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് തോന്നും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയും. ഒരു തരത്തിലുള്ള വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 499 രൂപ റേറ്റ് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് സെയിൽ വരുമ്പോൾ മേടിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്ന ഫ്രാഗ്രൻസിൽ എന്ന് പറയുന്നതിനകത്ത് കറക്റ്റായിട്ട് അത് ഉള്ളത് ഇതാണ് കേട്ടോ. ഒട്ടും മണമേ ഇല്ല ഒരു തരത്തിൽ. നമുക്കില്ല വെള്ളം കോരി ഒഴിക്കുന്നത് കൂട്ടത്തെ ഒരു ഇതാണ്, ഒരു മണവും ഇല്ലാത്ത സൺസ്ക്രീനാണ്. സമയം ഇത് കുറച്ചൊരു മണമുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇതായി 2 സൺസ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇത് 2 സാമ്പിൾ ബോട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചാണ് കേട്ടോ. ഇത് ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. ഓക്കെയാണ് കേട്ടോ, നല്ല സൺസ്ക്രീനാണ്. പിന്നെ സോവിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ അധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതേ ഡൗട്ട് അടിച്ച് മേടിച്ച സാധനമാണ് കേട്ടോ. നോവോളജിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണിത്. ഇതിൻ്റെ സാമ്പിൾ ബോട്ടിലാണ്. ഇത് വന്നിട്ടൊരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. ഒരു ടിൻ്റ് ഉണ്ട് ഇതിൽ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്ഥിരമായിട്ട് ഈ സൺസ്ക്രീൻ അല്ല യൂസ് ചെയ്യുന്നത്. കാരണം എവിടെയെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു ഗ്ലോ അപ്പ് വരണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് നല്ലൊരു ടിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊരു BB ക്രീം ഒക്കെ ഇടുമ്പോൾ വരുന്ന ഒരു ടിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ടിൻ്റ് ഇതിനുണ്ട്. നന്നായിട്ട് ഇത് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു ലൈറ്റ് കവറേജ് വരുന്ന ഒരു CC ക്രീമോ BB ക്രീമോ ഒക്കെ ഇടുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെത്. ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നമ്മുടെ നോർമൽ സൺസ്ക്രീൻ വാരി പൊത്തുന്നത് കൊണ്ട് ഞാൻ പൊത്താറുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീനാണ്. മേക്കപ്പ് ചെയ്യാൻ സമയമില്ലാത്ത സമയത്താണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി എനിക്ക് അധികം വർക്ക് ചെയ്തിട്ടില്ലാത്ത സൺസ്ക്രീൻസിലോട്ട് പോവേ. ഡേം ഡോക്കിൻ്റെ ഒരു ജെൽ പ്രൊട്ടക്ഷൻ ക്രീമാണ് കേട്ടോ. 275 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ വൈസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആണ്. എപ്പോഴും ഓഫറിൽ കാണുന്ന ഒരു സാധനമാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. എന്നെ പോലത്തെ ഓയിലി ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അല്ല ഇത്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ വേസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ സ്കിന്നിൽ കുറച്ചൊരു തിക്നെസ് അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മളെന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് കൂട്ടത്തെ ഒരു സൺസ്ക്രീൻ ആയിട്ട് എൻ്റെ സ്കിന്നിൽ ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. എന്നോട് യൂസ് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. എൻ്റെ പോലത്തെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതായിട്ട് തോന്നാത്തൊരു സൺസ്ക്രീൻ ആണ് ഇത്. ടെക്സ്ചറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീനാണ്. എൻ്റെ സ്കിന്നിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സൺസ്ക്രീൻ. വൈറ്റ് കാസ്റ്റ് അധികം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഡ്യൂയി ഫിനിഷാണ് ഇത് തരുന്നത്. ഒന്നാമതേ നമ്മുടെ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡ്യൂയി ഫിനിഷാണ്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു തിളക്കവും ഒരു ഓയിൽനെസ്സും ഒക്കെ വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് അങ്ങ് എണ്ണയ്ക്കകത്ത് പൊതിഞ്ഞ് നിൽക്കുന്നത് കൂട്ട് തോന്നും. അങ്ങനെ അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ എനിക്ക് ഇത് പേഴ്സണലി അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. എനിക്ക് എൻ്റെ സ്കിന്നിന് അധികം സ്യൂട്ടായിട്ടില്ലാത്ത സൺസ്ക്രീനാണിത്. ലാക്മിയുടെ ഈ സൺസ്ക്രീൻ നോക്കാം. ഇത് സംഭവം തീർന്നു. ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തതല്ല, എൻ്റെ ചേച്ചി യൂസ് ചെയ്ത് തീർത്താണ് കേട്ടോ. ഇതും നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര ഒരു മണമുണ്ട് കേട്ടോ.
ഒരു ടിൻറ്റ് തരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇത്. ടിൻറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ടുള്ള ടിൻറ്റൊന്നുമില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതും ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നത്. ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ സ്കിന്നിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ എന്തോ ഒരു ഉണ്ട്. ഇതെനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ലാത്തൊരു സൺസ്ക്രീനാണ്. സ്കിന്ന് കുറച്ചൊന്ന് ഡള്ളാവുന്നത് കൂട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണിത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ലാക്ടോ കലാമിൻ്റെ ഈ സൺസ്ക്രീനാണ്. പക്ഷെ എനിക്ക് കുറച്ച് പറയാനുള്ളൊരു സൺസ്ക്രീനാണ്. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണിത്. ടിൻറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ചെറിയ ടിൻറ്റ് അതിലുണ്ട്. പക്ഷെ ഭയങ്കര ഓയിലിയാണ്. ഒന്നാമത് ഈ ഓയിലി സ്കിന്നുകാർ ഇതും കൂടി മാറി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ എണ്ണക്കലത്തിൽ തല മുക്കിയത് കൂട്ടാണ് എനിക്കിതിട്ട് കഴിയുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ മുഖം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. 199 രൂപയാണ് ഇത്രയും ഉള്ളൊരു 50 ഗ്രാം ബോക്സിന് വരുന്നത്. ഈ പറയുന്ന ബാക്കിയെല്ലാം 350, 400 ഒക്കെയാണ് വന്നതെങ്കിൽ ഇത് 199 രൂപയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വർക്കല ട്രിപ്പ് പോയിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പണ്ട് പോയതാണേ. ആ സമയത്ത് ഞാൻ എൻ്റെ ബോഡി ഫുൾ അപ്ലൈ ചെയ്തൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ആ സമയത്ത് എൻ്റെ ഫുൾ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്തൊരു സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ തന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് സൺബേൺ അടിക്കുമല്ലോ കയ്യിലും കാലിലും ഒക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ആ വർക്കലയിലെ നട്ടപ്ര വെയിൽ കൊണ്ടിട്ട് പറ്റിയിട്ടില്ലായിരുന്നു, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇത് പ്രൊട്ടക്ഷൻ തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. എനിക്ക് എണ്ണക്കലത്തിൽ തല മുക്കിയത് കൂട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എത്ര പൗഡർ ഇട്ടെന്ന് പറഞ്ഞാലും എനിക്കത് ആ ഒരു ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പക്ഷെ എനിക്കിതും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. അപ്പം ഇതെനിക്ക് വർക്കാവാത്തൊരു സൺസ്ക്രീനാണ്. പിന്നെ ഇനി അടുത്തൊരു സൺസ്ക്രീനിൻ്റെ ഇതൊരു സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും. ഭയങ്കര ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ന്യൂട്രിജനയുടെ അൾട്രാ ഷീർ. ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ് കേട്ടോ. പക്ഷെ ഇത് നിറച്ച് ഇപ്പോഴും അതുകൂട്ടാൻ ഇരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഒട്ടും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഓയിലി ആക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് ആണെങ്കിലും അതിനെല്ലാത്തിനും ഒരു മര്യാദയുള്ള നെഗറ്റീവാണ്. പക്ഷേ ഇതെനിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് എൻ്റെ സ്കിന്ന് ഫുൾ അങ്ങ് ആക്നെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇവിടെയൊക്കെ ഇങ്ങനെ തരാന്നങ്ങ് കുരുക്കൾ വരുമായിരുന്നു. അതും ഇങ്ങനെ മണൽ വാരി എറിഞ്ഞത് കൂട്ടത്തെ കുരുക്കളെന്ന് പറയത്തില്ല, അങ്ങനത്തെ കുരുക്കൾ അങ്ങ് വരുമായിരുന്നു. ഞാൻ ഒരു നിർത്തി ഞാൻ പലതവണ യൂസ് ചെയ്ത് നോക്കി ഇതിൻ്റെ തന്നെ ആണോ എന്നറിയാൻ ആയിരുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് അങ്ങനെ വരുന്നത്. ആഗ്രഹിച്ച് നോറ്റ് മേടിച്ചിട്ട് എനിക്ക് വർക്ക് ആവാഞ്ഞ ഒരു സൺസ്ക്രീനാണ് ഇത്. മീൻസ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്തിന് പറ്റാത്തതും അധികം എന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് ആവാഞ്ഞതും ഇത്രയും സൺസ്ക്രീൻസ് എൻ്റെ ഓയിലി ആക്റ്റീവ് പ്രോൺ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളതുമാണേ. അപ്പം ഇതിനകത്ത് നിന്ന് ഒരു റാങ്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് റാങ്ക് ഇതിന് കൊടുക്കും. ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ സൺസ്ക്രീനാണ് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് പ്ലമ്മിൻ്റെ ഈ സൺസ്ക്രീൻ കൊടുക്കും. തേർഡ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ കൊടുക്കുവേ. ഇത്രയും സൺസ്ക്രീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത്. ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച്. ഇനിയും അടുത്ത കുറേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ വർക്ക് ആവുമായിരിക്കും, ചിലതൊക്കെ വർക്ക് ആവത്തില്ലായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ സ്കിന്നിന് വർക്ക് ആവാത്തതൊന്നും നിങ്ങളുടെ സ്കിന്നിന് വർക്ക് ആവാതിരിക്കണമെന്നില്ല. എൻ്റെ സ്കിന്നിന് വർക്ക് ആവുന്നത് നിങ്ങളുടെ സ്കിന്നിന് വർക്ക് ആവണമെന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും എന്തൊക്കെ വർക്കാവും എന്തൊക്കെ വർക്കാവത്തില്ല എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഈ വർക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞത് എൻ്റെ സ്കിന്നിൻ്റെ മാത്രം വർക്കായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. അല്ലാതെ
ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കിന്നിന് ഇത് വർക്കായിട്ടില്ലെങ്കിലും ഇത് തീർന്നത് എങ്ങനെയാണ്, എൻ്റെ ചേച്ചി യൂസ് ചെയ്തിട്ടാണ്. ചേച്ചിയുടെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതാണെങ്കിലും ശരി, ഡ്രൈ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതും വർക്കാവുന്ന സ്കിന്നുകാർ കാണും, അതുകൊണ്ടല്ലേ നമ്മൾ റിവ്യൂ കണ്ടിട്ടുള്ളത് അത് നല്ലതാണെന്നുള്ളത്. പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് എനിക്ക് തന്നെ വർക്കായിട്ടുള്ളൊരു കാര്യമാണ്. മുഖത്തിടുമ്പോൾ എനിക്ക് ഭയങ്കര ഓയിലിയാണ്. എൻ്റെ സ്കിൻ ഓയിലി ആണ് എന്നുള്ളത് കൊണ്ട് ഈ സാധനം കൊള്ളത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഇത് വർക്കായിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിൻ്റെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിനർത്ഥം ഈ സാധനം കൊള്ളത്തില്ലെന്നോ ഇപ്പം ഞാൻ കൊള്ളാമെന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര നല്ലതാണെന്നോ അല്ല. ഇതൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള രീതിയും എനിക്ക് തന്നിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.